പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് യുദ്ധം മുറുകിയിരിക്കുകയാണ്. പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള സ്ഥാനാർത്ഥികളുടെ പര്യടന പരിപാടികൾ അവസാന ഘട്ടത്തിലാണ്. വളരെ കൃത്യതയോടെ പ്രചരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിയുന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF നേതൃത്വം. നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരനും പരിചിതനുമായ സ്ഥാനാർത്ഥി M സ്വരാജിന്റെ സാന്നിധ്യം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. LDF സർക്കാരിന്റെ 9 വർഷത്തെ ഭരണ നേട്ടങ്ങളും പ്രയോജനവും അനുഭവിക്കുന്ന ആയിരങ്ങളുടെ പിന്തുണയാണ് നാട്ടുവഴികളിലൂടെയുള്ള യാത്രയിൽ സ്ഥാനാർത്ഥിയെ തേടിയെത്തിയത്. 7 പഞ്ചായത്തുകളുടെയും നിലമ്പൂർ നഗരസഭയുടെയും ഓരോ മേഖലയിലൂടെയും സ്വരാജും സംഘവും കടന്നു ചെല്ലുകയും ജനങ്ങളുടെ സന്തോഷവും സംതൃപ്തിയും നേരിട്ടറിഞ്ഞതോടൊപ്പം പുതിയ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള അവരുടെ വാക്കുകൾക്ക് സശ്രദ്ധം ചെവി നൽകുകയും ചെയ്തു. മലയോര മണ്ണിന്റെ ആവേശവും പ്രതീക്ഷയും ഏറ്റുവാങ്ങി മുന്നേറിയ സ്വരാജിന്റെ സ്വീകരണ കേന്ദ്രങ്ങളിൽ വന്നെത്തിയ 100 കണക്കിന് ആളുകൾ UDFന്റെ ഉറക്കം കെടുത്തുന്നതായിരുന്നു. ക്ഷേമ പെൻഷൻ കൃത്യമായി നൽകുന്നതാണ് ജനങ്ങളുടെ ഈ പിന്തുണയെന്ന് കരുതി പെൻഷൻ വോട്ടിനുള്ള കൈക്കൂലിയാണെന്ന് വാചക കസർത്ത് നടത്തി കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ വലിയ തോതിലുള്ള ജനരോഷത്തിന് പാത്രമായി. വോട്ടർമാർ KCയുടെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്നതോടെ നാവടക്കി രക്ഷപ്പെടേണ്ട ഗതികേടിലായി കോൺഗ്രസ് നേതൃത്വം. നിരവധി മാസങ്ങളുടെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാക്കി ജനങ്ങളെ കബളിപ്പിച്ച UDFനെ ഭരണത്തിൽ നിന്നും ഇറക്കിവിട്ടാണ് 9 വർഷങ്ങൾക്ക് മുമ്പ് കേരളം LDFനെ അധികാരത്തിലേറ്റിയത്. ജനങ്ങളുടെ പ്രതീക്ഷകൾ സഫലമാക്കിയാണ് LDF സർക്കാർ മുന്നേറുന്നതെന്നതിന്റെ സാക്ഷ്യപത്രമാണ് നിലമ്പൂരിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പവും മറ്റ് പരിപാടികളിലും വന്നു നിറയുന്ന ജനക്കൂട്ടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടക്കം കുറിച്ച LDF ക്യാമ്പയിൻ ചൂടുപിടിച്ചു വരുമ്പോൾ അതിന് കൂടുതൽ വേഗം നൽകാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹം നിലമ്പൂരിലെത്തി. 2 ദിവസം നിലമ്പൂരിൽ തങ്ങി പ്രചരണത്തിന് നേതൃത്വം നൽകാനും ജനങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനും മുഖ്യമന്ത്രി കളത്തിലിറങ്ങുന്നതോടെ UDF കടുത്ത പ്രതിരോധത്തിലാവും. ജമാഅത്തെ ഇസ്ലാമിയുമായി UDF ഉണ്ടാക്കിയ രാഷ്ട്രീയ ബാന്ധവം മതേതര വോട്ടർമാരിൽ LDF അനുകൂല മനോഭാവം രൂപപ്പെടുത്തി കഴിഞ്ഞു. അതിനു പുറമെയാണ് സുന്നി വിഭാഗക്കാരുടെ എതിർപ്പുണ്ടാവുന്നത്. ഒപ്പം പാളയത്തിലെ പടയും ലീഗിന്റെ വിരോധവും കൂടി ആകുന്നതോടെ ആര്യാടൻ ഷൗക്കത്തിന്റെ മുന്നോട്ടുള്ള പാത കടുത്തതാകുമെന്ന് ഉറപ്പായി. ഇതിനു പുറമെയാണ് അവസരം മുതലെടുത്ത് UDF വോട്ടുകളിൽ കണ്ണുവെച്ച് മുൻ MLAയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ PV അൻവറിന്റെ പ്രചരണം. LDFനെതിരെ അൻവറിനെ ആയുധമാക്കാൻ ഇറങ്ങിത്തിരിച്ചവർ ഇപ്പോൾ സ്വയം കുഴിച്ച കുഴിയിൽ അകപ്പെട്ട സ്ഥിതിയാണ്. ക്രിസ്ത്യൻ മേഖലകളിലെ കോൺഗ്രസ് സ്വാധീനം പണ്ടേ ഫലിക്കുന്നില്ലെന്ന കാഴ്ചയാണ് ഷൗക്കത്തിന്റെ പര്യടന പരിപാടികളിൽ പ്രകടമാവുന്നത്. ക്രിസ്ത്യൻ സമുദായ വോട്ടുകളിൽ ചെറിയ വിഹിതം പിടിക്കാമെന്ന കണക്കുകൂട്ടലിൽ BJP സ്ഥാനാർത്ഥി മോഹൻ ജോർജ് തന്റെ പ്രചരണം കുടിയേറ്റ മേഖലകളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതകളെ എക്കാലത്തും ചെറുത്തു തോൽപ്പിക്കുകയും അവയുടെ വേരറുക്കുകയും ചെയ്യുന്നത് പതിവാക്കിയ നിലമ്പൂരിലെ മതേതര സമൂഹം എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുള്ള വിധിയെഴുത്ത് നടത്തുമെന്നുറപ്പാണ്. എന്നാൽ അതോടൊപ്പം LDFനെ നേരിടാൻ വർഗീയ സംഘടനകളെ കൂട്ടുപിടിക്കുന്ന സമീപനം അത്യന്തം അപകടകരമാണെന്ന് UDF നേതൃത്വം തിരിച്ചറിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിലെ ചുങ്കത്തറയിൽ LDF പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വർഗീയതയുടെ വിത്ത് വിതയ്ക്കുന്നവരെന്ന ദുഷ്പേരുള്ളതിനാൽ പൊതുസമൂഹം അകറ്റി നിർത്തിയ ഒരുപാട് പേരുണ്ട് നാട്ടിൽ. അതിലൊരു കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ പത്രവും ചാനലും തുടങ്ങിയപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ പോലും പാണക്കാട് തങ്ങൾ പങ്കെടുത്തില്ല. അതിന് കാരണം അദ്ദേഹം അവരുടെ രാഷ്ട്രീയം നന്നായി തിരിച്ചറിഞ്ഞിരുന്നു. അവരെയാണ് ഇപ്പോൾ UDF കൂട്ടുപിടിച്ചിരിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാ കാലത്തും ക്ഷേമ പ്രവർത്തനങ്ങളെ എതിർത്ത കോൺഗ്രസ് സാമൂഹ്യക്ഷേമ പെൻഷനെ കൈക്കൂലി എന്ന് വിശേഷിപ്പിച്ചതിൽ അത്ഭുതമില്ല. പാവങ്ങളോട് ഒട്ടും സ്നേഹമില്ലാത്ത മനസ്സാണ് അവരുടേത്. ഇതര സംസ്ഥാനങ്ങളിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായഹസ്തം നീട്ടുന്ന കേന്ദ്ര സർക്കാർ LDF സർക്കാരിനെ ശ്വാസം മുട്ടിക്കാനാണ് ശ്രമിക്കുന്നത്. രാഷ്ട്രീയത്തിൽ നിർമ്മലമായ അന്തരീക്ഷം സംജാതമാകുന്നതിന് സ്വരാജിന്റെ വിജയം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അതോടൊപ്പം വികസന രാഷ്ട്രീയം ഒരു നാട്ടിൽ കൊണ്ടുവരുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ അത് കാണാനും പഠിക്കാനും വിദേശങ്ങളിൽ നിന്ന് അടക്കമുള്ളവരുടെ സന്ദർശനം, ലോകോത്തര നിലവാരത്തിലേക്ക് ഉയരുന്ന സ്കൂളുകൾ, കോളേജുകൾ, കളിക്കളങ്ങൾ,
ആശുപത്രികൾ, റോഡുകൾ. കേരളം ഇങ്ങനെയൊന്നും ആവില്ലെന്ന് പറഞ്ഞ് വഴിമാറി നടന്ന രാഷ്ട്രീയത്തെ പോലും വിസ്മയിപ്പിച്ച വികസന അനുഭവങ്ങളുടെ 9 വർഷങ്ങൾ വരച്ചു കാട്ടുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2 ആഴ്ച കൊണ്ട് പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രതീതി ഉയർത്തിയ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തോടെ ആവേശത്തിന്റെ കൊടുമുടിയിലേക്ക് ഉയർന്നു. ചുങ്കത്തറ അങ്ങാടിയിൽ ജനസാഗരത്തെ സാക്ഷി നിർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ ത്രിദിന പ്രചരണത്തിലെ ആദ്യ പൊതുസമ്മേളനം.